പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മിൽ നിന്ന് ലോകം വളരെ ശ്രേഷ്ഠമേറിയത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മിൽ ലോകം വളരെ വലിയത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവൻ തിരിച്ചുകൊടുക്കുന്ന ബാധ്യസ്ഥനാണ്. കർത്താവിന്റെ മണവാട്ടിയായി തീരാൻ ഭാഗ്യം ലഭിച്ച ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽ രാത്രിയിൽ ചെതുമ്പുന്ന അനുഭവത്തിനല്ല, ആമേൻ ഉളുമ്പുനാറ്റം വെച്ചുകൊണ്ട് ആമേൻ സഭായോഗത്തിന് ഇരിക്കുന്ന മണ്ഡലത്തിലേക്കല്ല ദൈവത്തിനെ വിളിച്ചത്. പിന്നെയോ പൂർണ്ണമായി ഉരിച്ചു കളയാൻ അല്പം വേദന തോന്നുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ യാഗ വസ്തുവിനെ കൊണ്ടിരുമ്പോൾ, കാളയൊക്കെ കൊണ്ടിരുമ്പോൾ അതിനെ കഴുത്ത് അറുത്ത് മാറ്റിയിട്ട് നിന്റെ തൊലി ഉരിച്ചെങ്കിലേ എവിടെ വെക്കത്തുള്ളൂ. പറഞ്ഞേ, യാഗപീഠത്തിൽ വെക്കുന്നതിന് മുൻപ് എന്ത് നടക്കണം? തൊലി ഉരിക്കണം. നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഈ തൊലി ഉരിക്കുന്നത് വരെ കൊണ്ടുവന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്റെ കാള ഇതാണ്. കാരണം അവൻ കളർ കൊണ്ട് അറിയാം. പക്ഷെ ഉരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും എന്താ? ഒരു കളറ. പകലോ മറ്റോ ശങ്കരമുരിയൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇരിക്കുന്നെങ്കിൽ ഓർത്തോടെ ഇതുവരെ തോലെന്ത് ചെയ്തിട്ടില്ല, ഉരിഞ്ഞിട്ടില്ല. ആമി ജട ഉരിയണമെങ്കിൽ, ആമി സ്തോത്രം ഈ പുലക്കാലം കുടുംബശ്രേഷ്ഠതയൊക്കെ മാറണമെങ്കിൽ, ആമി പാവെ സാധുവിനെ അംഗീകരിക്കണമെങ്കിൽ, അവന് കൈ കൊടുക്കണമെങ്കിൽ, അവന് ചുംബനം കൊടുക്കണമെങ്കിൽ, ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയണമെങ്കിൽ പലപ്പോഴും ജട ഉരിഞ്ഞേ മതിയാകൂ, ജടത്തിന്റെ തോലുരിഞ്ഞേ മതിയാകൂ. രാഷ്ട്രത്തിന്റെ തോല്, അഹങ്കാരത്തിന്റെ ഉന്നത ഭാവത്തിന്റെ തോല്, നികളത്തിന്റെ തോല് നമ്മിൽ ഒരിഞ്ഞു മാറണം. അത് ഒരിഞ്ഞു മാറിയില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് ചിന്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. സ്വർഗത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ ഒന്നാമത് അവയവങ്ങളെ മരിപ്പിക്കണം. രണ്ടാമത് പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? അവരുടെ പ്രവർത്തികളോടെ എന്ത് ചെയ്യണം? ഉയരണം. നിത്യതയെ കുറിച്ചുള്ള ദർശനം അപൂർവം ചിലരുടെ ആഴമായിട്ട് കിടക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളോടും ദൈവസഭയോടും സ്നേഹത്തോടെ ഓർമ്മിക്കാം, നമ്മുടെ സഭയിൽ 10 കൊല്ലം ഒരു വ്യക്തി വന്നാൽ ഇങ്ങോട്ട് സ്നാനപ്പെടാൻ ആവശ്യപ്പെടാതെ സ്നാനപ്പെടുത്തരുത്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കും. സ്നാനപ്പെടുന്ന വ്യക്തി പറയണം എനിക്ക് സ്നാനപ്പെടണമെന്ന്, അല്ലാതെ ഒരിക്കലും സ്നാനപ്പെടുത്തരുത്. കാരണം ദൈവത്തിന് സ്തോത്രം, നാം ഷണ്ണനെ ഫിലിപ്പോസിനോട് പോകുമ്പോൾ ഷണ്ണൻ അങ്ങോട്ട് പറഞ്ഞ വെള്ളം കണ്ടപ്പോ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അവൻ ദൈവവചനം അവന്റെ അകത്ത് ക്രിയ നടന്നപ്പോൾ അവൻ വെള്ളം കണ്ടപ്പോൾ പറഞ്ഞു സ്നാനമേൽക്കണമെന്ന് അവൻ ഫിലിപ്പോസിനോട് പറയുമ്പോൾ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ആരാ? ഷണ്ണന ഫിലിപ്പോസിന്റെ നിർബന്ധത്തിലാണോ ഷണ്ണൻ സ്നാനപ്പെട്ടത്? ആണോ? പിന്നെ ദൈവവചനം ക്രിയ നടത്തിയപ്പോൾ, വചനത്തിന്റെ സത്യം മനസ്സിലായപ്പോൾ അങ്ങോട്ട് പറയുകയാണ്. ഞാൻ ഓർപ്പിച്ചത്, സ്നാനപ്പെടുന്ന വ്യക്തി പറയാതെ ഞങ്ങളുടെ സഭയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കുടുംബം വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഈ 2010 അവസാന ഞായറാഴ്ച അതിന്റെ തലേ ദിവസം പെൺകുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരാഴ്ച പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, സഭയിൽ പൊതുവിലൊന്നും പറഞ്ഞ എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാനുള്ള ഒരു അവസരമില്ലല്ലോ, അടുത്ത ആഴ്ചയാകാം, പുതുവർഷത്തിന്റെ ആരംഭ ദിവസമാകാമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി എന്നോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം, പാസ്റ്റർ അതിനു മുമ്പ് കർത്താവ് വന്നാൽ എന്റെ കാര്യത്തിൽ എന്താ ഉറപ്പ്? ഭർത്താവെതിര്, വീട്ടുകാരെതിര്. പക്ഷെ അവൾ പറഞ്ഞു, ഈ വിഷയത്തിൽ പരിശുദ്ധാത്മാവിനെ ശക്തമായ ഇടപെടും. ലോകം മുഴുവനെതിരായാലും വചനത്തിന്റെ സത്യം എനിക്ക് മനസ്സിലായി, എനിക്ക് സ്നാനപ്പെട്ടേ മതിയാകും. ആ ദിവസം തന്നെ ആ സഹോദരി സ്നാനപ്പെടുത്തി. എന്നാൽ ആ സഹോദരിയുടെ സ്നാനം കാണാൻ പോലും തന്റെ വീട്ടിൽ നാങ്ങളെ അവരുടെ ഭാര്യ മാത്രം വന്നു, മറ്റാരും വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ അമ്മ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർപ്പിച്ചത്, സ്നാനം നിർബന്ധത്താലല്ല, പരപ്രേരണയാലല്ല. ആമേൻ. ദൈവാത്മാവിന്റെ നിയോഗം ഒരുവന്റെ അകത്ത് ക്രിയ നടത്തുമ്പോൾ ഇങ്ങോട്ട് വന്ന് പറയും, സ്നാനപ്പെടാൻ ശരിയായ സ്നാനം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ ഓർക്കുക, ജഡത്തിന്റെ പ്രവർത്തികളോട് ഉരിഞ്ഞു കളഞ്ഞവർ മാത്രമേ നിത്യതയെ കുറിച്ച് ഓർക്കാൻ കഴിയത്തുള്ളൂ. മൂന്നാമത് അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പഴയ മനുഷ്യനെ അവരുടെ പ്രവർത്തികളോട് ഉരിഞ്ഞു കളഞ്ഞിട്ട് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു.
അടുത്തിട്ട് വായിച്ചു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. 3 കാര്യങ്ങൾ ഉയരത്തിലോ ചിന്തിക്കണമെങ്കിൽ: 1, അവയവങ്ങളെ മരിപ്പിക്കണം. 2, പഴയ മനുഷ്യനെ പ്രവൃത്തികളോട് എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണം. 3, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. ഉരിഞ്ഞു കളയാൻ മാത്രം പോരാ, മരിപ്പിച്ചാൽ മാത്രം പോരാ. 3-ാമതായി ദൈവവചനത്തിൽ പറയുന്നു, പുതിയ മനുഷ്യനെ എന്ത് ചെയ്യണം? ധരിക്കണം. അവിടെ എന്തിനോടാ തുലനം ചെയ്തിരിക്കുന്നത്? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ. കാണുന്നവർ ക്രിസ്തുവിനെ കൂടെ കാണാനിടയാണ്. നമ്മെ കാണുന്നവർ ആരെ കാണണം? യേശു ക്രിസ്തുവിന്റെ പാത്രമായി നിൽക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. പത്രം എന്തിനാ? പത്രത്തിന്റെ ഉദ്ദേശം വായിക്കാൻ. ക്രിസ്തുവിന്റെ പത്രമാണെങ്കിൽ ലോകം നമ്മെ എന്ത് ചെയ്യുന്നു? വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുമ്പോ കാണുന്നത് ആരെയാണ്? ക്രിസ്തുവിന്റെ ചിത്രമാണ് ഇതിൽ കാണുന്നത്. രാത്രി ദൈവത്തിന്റെ ബൈബില്, ദൈവത്തിന്റെ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ പ്രതിമ ധരിച്ചിരിക്കുക. നിന്റെ കളർ ഏതായിക്കോട്ടെ, നിന്റെ രൂപം ഏതായിക്കോട്ടെ, നിന്റെ ഭാവം ഏതുമായിക്കോട്ടെ, നിന്റെ ജീവിതത്തിൽ പറയാൻ ആശ്വസിക്കാൻ വേറെ ഒന്നും കാണിക്കില്ല. പക്ഷെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം: എന്നെ കാണുന്നവർ എന്നിൽ കൂടി യേശുവിനെ കാണണം. യേശു ക്രിസ്തുവിന്റെ പ്രതിമയായിട്ട് നിൽക്കാനാ ദൈവം നമ്മെ വേർതിരിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ പത്രമായി നിൽക്കാനാ, അവന്റെ അടയാളമായി നിൽക്കാനാ നമ്മെ കാണുന്നവർ, മറ്റുള്ളവർ, ലോകമനുഷ്യൻ പറയണം, ഇവരിലൊരു വ്യത്യസ്തത ഞാൻ കാണുന്നു, ഇവന്റെ നടപ്പിലൊരു വ്യത്യസ്തത കാണുന്നു, ഇവന്റെ സംസാരത്തിലൊരു വ്യത്യസ്തത കാണുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി യേശുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ, യേശുവിന്റെ ചിന്ത നമ്മളിൽ ഉണ്ടാകട്ടെ, ക്രിസ്തുവിന്റെ പാത്രങ്ങളായ തീരുമാനം നമുക്കിടയാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് ക്രിസ്തുവിന്റെ ഭാവം പറയുന്നത്, ദൈവത്തിന് പറയുന്നു, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിന് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ദൈവത്തിന് സ്തോത്രം. ക്രൂശിലെ മരണത്തോളം അവൻ താഴ്ത്തിയെങ്കിൽ ഈ രാത്രി വിളിച്ചു പറ, ആ പാപമാണ് നിന്നിലുണ്ടാകുന്നത്, ആ പ്രതിമയാണ് നിന്നിലുണ്ടാകുന്നത്. ദൈവമായിരുന്നു. ആ ദൈവത്തിന് വചനം പറയുന്നു, ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം. നമുക്ക് ജോലി ചെയ്യുന്നവർക്കൊക്കെ നമ്മളൊരിക്കലും നമ്മുടെ ജോലിയിൽ ഒരു ഡിഗ്രികൾ വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നാം പ്രൊമോഷന് വേണ്ടി കൊതിക്കുന്നവരാണ്, അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറ. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ലക്ഷ്യവും നമ്മൾ ഇരിക്കുന്ന കസേരയുടെ മുകളിലുള്ള കസേരയുടെ കയറുക എന്നുള്ളതാണ്. പക്ഷേ അവൻ ക്രിസ്തു ചെയ്തതെന്താ? അവൻ ഉയരത്തിലെ അവൻ ദൈവമായിരിക്കെ തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വെടിഞ്ഞ് അവൻ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ക്രൂശിലെ മരണത്തോളം അവൻ താഴ്ചയിലേക്ക് വന്നു. ലോകത്തിലെ ഏറ്റവും ഹീനമരണമാണ് ക്രൂശ് മരണം. അതേക്കാലവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സൃഷ്ടിയുടെ കർത്താവ്, സൃഷ്ടിയുടെ മകുടമായ കർത്താവ്, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായവൻ, ആളല്ലാത്ത വിധം വിരൂപനായി തീർന്നത്. ഇന്ന് രാത്രി നീ പറ, വിരൂപയായിരുന്ന എന്നെ സൗന്ദര്യമുള്ളവനാക്കുവാൻ എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുവിന്റെ പ്രതിമ ധരിക്കാൻ അതിനെ വിളിച്ചത്. മഹാപുരോഹിതന്മാരും സേവകരും അവന്റെ മേൽ കൈവെക്കുവാനായി വാളും വടിയുമായിട്ടൊക്കെ അവന്റെ നേരെ സ്തോത്രം ഓടി അടിക്കുമ്പോൾ പത്രോസ് ചെയ്തെന്ന് നമുക്കറിയാം. തന്റെ ഓറയിൽ നിന്ന് വാളുകൂരിയിട്ട് മഹാപുരോഹിതന്റെ ദാസനെ ആമെ വെട്ടുകയും അവന്റെ കാതിന്റെ അഗ്രം അറ്റുപോവുകയും ചെയ്തു. അവൻ അടുത്ത നിമിഷം ഈ പടയാളികൾ യേശുവിന്റെ മേൽ കൈവെക്കാൻ പോകുകയാണ്.
അവരെ അടിച്ച് മുറിവേൽപ്പിക്കാൻ പോകുകയാണ്. തലയിൽ മുൾക്കിരീടം വെക്കാൻ പോകുകയാണ്. തോളിൽ പച്ച പൈമല കുരിശ് ആമെ എടുത്തു വെച്ച് കൊടുക്കാൻ പോകുകയാണ്. ആമെ തെരുവിൽ കൂടി അവരെ നടത്തിക്കൊണ്ടുപോകാൻ പോകുകയാണ്. കാർപ്പിച്ച് തുപ്പാൻ പോകുകയാണ്. ഇതെല്ലാം ആമെ കൃത്യമായി ഹൃദയത്തിൽ ഗ്രഹിച്ചിട്ട് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് അറ്റുപോയ പ്രതിയോഗിയുടെ കാതിന്റെ അഗ്രം കണ്ടിട്ട് ആമെ നാമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമുക്കെതിരെ ശത്രു ഇങ്ങനെ വെല്ലുവിളിച്ച് വരുമ്പോൾ ആ ശത്രുവിനെ ഒരു വീഴ്ച കണ്ടാൽ നാമായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് എന്ത് ചെയ്തേനെ? നാമായിരുന്നെങ്കിൽ കാലെടുത്ത് ആ അറ്റുപോയ കാതിന്റെ മണ്ടയിലോട്ട് വെച്ച് ഒരു സ്തോത്രം പറഞ്ഞ് ചവിട്ടി തിരുമിയേനെ. പിന്നീട് ഏത് മെഡിക്കൽ കോളേജിൽ പോയാലും അത് തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ വികലമാക്കിയേനെ. എന്നാൽ ചവിട്ടി തിരുമാനുള്ള യേശു കടന്നു അവൻ അറ്റുപോയ ശത്രുവിന്റെ കാതെടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് തന്റെ പ്രതിയോഗിയുടെ വേദന മാറ്റാനാണ് ശ്രമിച്ചത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വയലിൽ അവന്റെ പ്രതിനിധിയാണ് നീ ധരിക്കേണ്ടത്. ആ യേശുവിന്റെ പ്രതിനിധിയാണ് ധരിക്കേണ്ടത്. ഞാൻ മുൻപ് ഓർമ്മിച്ചു, പ്രതിമ കണ്ടാൽ ഒറിജിനലായിട്ടുള്ള ഒരു മനുഷ്യനെ പ്രതിമയെ തമ്മിൽ കണ്ടാൽ നന്നായി പണിത് അവൻ ചെയ്തതാണെങ്കിൽ തിരിച്ചറിയാൻ കഴിയത്തില്ല. ആ നിലകളിൽ ഇന്ന് രാത്രി യേശുവിന്റെ പ്രതിമ ധരിക്കാനായിട്ട് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചതാണ്. ക്രിസ്തുവിന്റെ പത്രമായി നിൽക്കാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഈ രാത്രി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എത്ര പേര് പറയും, എനിക്ക് എന്റെ യേശുവിന്റെ പ്രതിമ ധരിച്ച് കർത്താവിനെ പരിചയപ്പെടുത്തണമെന്ന് എത്ര പേര് പറയും? ഈ തിരുവനന്തപുരം പട്ടണത്തിലും ഇതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ഞാൻ പാർക്കുന്ന ദേശത്തും യേശുവിന്റെ പത്രമായി നിൽക്കുവാൻ, യേശുവിന്റെ പ്രതിമ ധരിച്ചുകൊണ്ട് യേശുവിന്റെ സ്നേഹം ഇതിനെ കൊണ്ട് വെളിപ്പെടുത്തുവാൻ എനിക്ക് കൊതിയുണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട് ഇവിടെ? സമയം കടന്നു പോകുന്നതിന് വാക്കുകൾ നിർത്തുക. ഇന്ന് രാത്രി ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ, താഴ്വരെ മറക്കണമെങ്കിൽ, ഭൂമിയിലുള്ളത് മറന്ന് ആമെ ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ ഭൂമിയിൽ 3 കാര്യം ചെയ്യാൻ ദൈവം ആവർത്തിക്കും. ഒന്ന്, നിന്റെ അവയവങ്ങളിൽ പോരാടുന്ന ഈ ലോകത്തിന്റെ ചിന്തകളെ നീങ്ങണം. പറ, മരിപ്പിക്കണം. ഞാൻ പറഞ്ഞു, മരപ്പിക്കുക, എന്നേക്കുമായി മരിപ്പിക്കുക. പുകയത്ത് വെക്കുകയില്ല, തീയിലില്ല. തീരുമാനം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ കത്തിച്ച് ഒരു പിടിച്ചാരമാക്കി മാറ്റും. ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നിലകളിൽ അത് ചാരമായി മാറട്ടെ. രണ്ടാമത്, പഴയ മനുഷ്യനെ അതിന്റെ സ്വഭാവത്തോടു കൂടെ എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണം. ഞാൻ ഓർപ്പിച്ചു, ഉരിയുന്നത് വേദനയാണ്, പക്ഷേ ടേസ്റ്റ് വളരെയാണ്. ചെതുമ്പുന്നതല്ല. ചെതുമ്പുന്നതിന്റെ ജീവിതത്തിൽ അവൻ നാറ്റം മാറത്തില്ല. എന്നാൽ ഉരിച്ചു കളയുന്നതിന് ടേസ്റ്റ് വളരെയാണ്. മൂന്നാമതായി ദൈവാത്മാവ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നിങ്ങളെ സൃഷ്ടിച്ചവന്റെ പ്രതിമ ധരിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. യേശു ക്രിസ്തുവിന്റെ പ്രതിമ ധരിച്ചുകൊണ്ട് ജയാളിയായിട്ട് നിൽക്കാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്ത്. നമ്മെ കാണുന്ന ഒരു യേശുവിനെ കാണട്ടെ. യേശുവിന്റെ സ്നേഹം നമ്മിൽ തിരിച്ചറിയുവാനിടയാകട്ടെ. അവരും എന്താ വിശ്വാസികളായിരിക്കത്തില്ല, മറ്റു മതസ്ഥരായിരിക്കാം, പക്ഷേ അവരോട് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ. നമ്മുടെ സഭയിലുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറുന്നില്ല. പുറത്തുള്ളവരോട് എനിക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യങ്ങൾ നീ കൂട്ടായ്മ കൂടണ്ട. എനിക്ക് വചനത്തിൽ പ്രമാണമില്ലാത്ത ഒരു കാര്യത്തിന് നീ കൈ കൊടുക്കാൻ പോകണ്ട. പക്ഷേ അല്ലാത്ത ചില ബന്ധങ്ങൾ നിനക്കുണ്ട്. അവിടെ നീ യേശുവിന്റെ പത്രമായിരിക്കും, യേശുവിന്റെ പ്രതിമ ധരിക്കും. എല്ലാ കണ്ണുകളും ദിവസത്തിലാണ്. ഇന്ന് രാത്രിയിൽ ഉയരത്തിലുള്ള ചിന്തിപ്പാൻ നമുക്കിടയാകട്ടെ. നിത്യതയെ കുറിച്ചുള്ള കനവേറിയ ദർശനം പ്രാപിപ്പാൻ ഈ രാത്രി ഇടയാകട്ടെ. അനുഗ്രഹം ഭൗതികമല്ല, അനുഗ്രഹം ആത്മീകമാണ്. ഈ രാത്രി ദൈവവചനത്തിന് മുമ്പിൽ